1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിലടിക്കുക. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സബോള, വേപ്പില. ഗരം മസാല പൊടിച്ചെടുക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് ചതച്ചെടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇടും. സ്വല്പം ഉപ്പിട്ടുകൊണ്ട് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ല വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. നന്നായി മൂപ്പിച്ച് കൊടുക്കുക. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക. അതിലേക്ക് വേപ്പില ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുന്നതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ നന്നായി വഴറ്റുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇടാം. ബീഫിൽ മസാല എല്ലാം ചേർത്തതുകൊണ്ട് ഇതിൽ നമ്മൾ കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓൾറെഡി മസാല ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ല. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടി ഇട്ടില്ല. കുറച്ച് ബീഫ് വേവിച്ച വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 5 വിസിലടിക്കുക.